ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി എക്സ്പെരിമെന്റ് വീഡിയോ ആയിട്ടാണ്. അതെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ പുതിയ ഐക്യൂന്റെ IQ Neo 10. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇവന്റെ കൂടെ പോയ പട്ടിണി മാറിക്കിടും. നീയല്ല, യെസ്, ഇവനാണ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ഐക്യൂന്റെ IQ Neo 10. ഈ ഒരു ഫോണിലാണ് നമ്മൾ ഒരു വലിയ എക്സ്പെരിമെന്റ് നടത്താൻ വേണ്ടി പോകുന്നത്. എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഫോൺ കാറിന്റെ അടി വെച്ചിട്ട് അതിന്റെ മേളിൽ കൂടി കാർ കയറ്റണോ, അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കണോ, അല്ലെങ്കിൽ 4-ാം നിലയുടെ മുകളിൽ നിന്ന് നെൽത്തിക്കിടണോ എന്ന്. അങ്ങനെ ഒന്നുമല്ല ഫ്രണ്ട്സ്, ഈ ഒരു ഫോണിൽ നമ്മൾ PUBG കളിക്കാൻ വേണ്ടി പോവുകയാണ്. കഷ്ടപ്പെട്ടത് വെറുതെ. ഇത് 1, 2, 3 മണിക്കൂറല്ല, ഈ ഒരു ഫോൺ 100% ആക്കിയിട്ട് അത് 0% ആവുന്ന വരെ നമ്മൾ ഈ ഒരു ഫോണിൽ നിർത്താണ്ട് കണ്ടിന്യൂസ് ആയിട്ട് PUBG കളിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. இந்த காளியோட ஆட்டத்தை നമുക്കറിയണം ഈ ഒരു ഗെയിമിംഗ് ഫോണിൽ എത്ര മണിക്കൂർ നമുക്ക് PUBG കളിക്കാൻ പറ്റും, അതും ലാഗ് ഇല്ലാതെന്ന്. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, അതാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെന്റ്. പിന്നെ ഈ ഒരു ഫോണിൽ നമ്മൾ ഗ്രാഫിക് സെറ്റിംഗ്സ് എത്ര ഇട്ടിട്ടാണ് PUBG കളിക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മൂത്തിൽ അൾട്രാ എക്സ്ട്രീം ഇട്ടിട്ടാണ് നമ്മൾ ഇതിൽ PUBG കളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു 100-ന് 0 ആവുന്നവരെ കളിക്കുമ്പോൾ എത്ര FPS നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടണ്ടെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അതുപോലെ ഫോൺ ഹീറ്റ് ആവുന്നോന്ന് എല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അതിന്റെ സ്പെക്ക് ഒന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ലേ. അപ്പൊ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അല്ലെങ്കിൽ സ്പെക്ക് പറയാലേ. ഫ്രണ്ട്സ്, ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് ഇന്ത്യയിലത്തെ ഫസ്റ്റത്തെ സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. കൂടാതെ LPDDR5X അൾട്രാ റാമും അതുപോലെ തന്നെ UFS 4.1 സ്റ്റോറേജും ഇതിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസിനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് ഫ്രണ്ട്സ്, നമുക്ക് 7000 mAhന്റെ ഹ്യൂജ് ബാറ്ററി വരുന്നുണ്ട്. അതാണ് കൂടുതൽ ഈ ഒരു ഫോണിൽ തന്നെ ക്യൂരിയോസിറ്റി ആക്കിയത് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട്. ഈ ഒരു 7000 mAhൽ നമുക്ക് എത്ര മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കാൻ PUBG കളിക്കാൻ പറ്റുന്ന അറിയാനായിട്ട്. അപ്പൊ ഇനി എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി ടെക് വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കം ഓൺ ഫ്രണ്ട്സ്, നമ്മുടെ ഫോൺ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. 100% ഫുൾ ചാർജ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 0% ആക്കണം. അതുപോലെ തന്നെ നമ്മളൊരു ടൈമർ കൊടുത്തിട്ടുണ്ട്. ടൈമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ PUBG എടുത്ത് നേരെ അങ്ങ് കളി തുടങ്ങാം ഫ്രണ്ട്സ്. നമ്മൾ ഒന്നും നോക്കണില്ല, നേരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ 100% 0 എപ്പാവും അത്ര നേരം ഒരു ബ്രേക്ക് കൊടുക്കാണ്ട് നമ്മൾ ഗെയിം കളിക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രണ്ട്സ്. കറക്റ്റ് എത്ര മണിക്കൂർ നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് അറിയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കല്ല കളിക്കേണ്ടത്, എൻ്റെ ചേട്ടനെ ഞാൻ മാറി മാറി കളിക്കുള്ളൂ. കാരണം ഫ്രണ്ട്സ്, എന്തായാലും 3 മണിക്കൂർ മേലെ നമ്മൾ കളിക്കേണ്ടി വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനെയും ചേർത്തിരിക്കേണ്ടത് ഗെയിം കളിക്കാനായിട്ട്. ആൾക്കും എടുത്തങ്ങ് കൊടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ ഫ്രണ്ട്സ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്താണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കേണ്ട ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 44 മിനിറ്റ് ആയി ഫ്രണ്ട്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 44 മിനിറ്റ് ആകുമ്പോൾ ഇത്ര % ചാർജ് നമ്മുടെ ഈ ഒരു ഫോണിൽ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഏകദേശം നമ്മുടെ ഈ ഒരു ഫോണിൽ 92% ചാർജ് 44 മിനിറ്റിലുണ്ട്. ഇനിയും നമുക്ക് കളിക്കാം ഫ്രണ്ട്സ്. കളിച്ച് എന്തോരം നമുക്ക് കളിക്കാൻ പറ്റുമെന്ന് നോക്കാം ഫ്രണ്ട്സ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏകദേശം 3 മണിക്കൂറും 24 മിനിറ്റും 52 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ഞാനല്ല ഇപ്പോൾ ഗെയിം കളിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ക്യാമറ പിടിച്ച് ഇങ്ങോട്ട് നടക്കുന്നുള്ളൂ. ഞാനല്ല ഗെയിം കളിക്കേണ്ടത്, ചേട്ടനാണ് ഗെയിം കളിക്കേണ്ടത്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തായി. എന്തോരായി, എത്ര ശതമാനമായി? 45% അല്ലേ? ഓക്കെ ഗൈസ്, 45% ആയിട്ടുണ്ട് ചാർജ്. അത് 3.5 മണിക്കൂർ ആവാറായി. 3.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുക ഫ്രണ്ട്സ്. ഇതുവരെ ഫോൺ മാറ്റി വെച്ചിട്ടില്ല. ഹീറ്റ് എങ്ങനെയുണ്ട്? ഹീറ്റ് ഉണ്ടോ? ചൂടാവുന്നുണ്ട്. അത് ആ ഒരു കൺട്രോൾ ചെയ്ത് പോകണ്ടല്ലേ. അതുപോലെ എത്ര FPS കിട്ടുന്നുണ്ട് നമുക്ക്? FPS ഫ്രണ്ട്സ് ആണ് 120, 121 ആ റേഞ്ചിലാണ് നമ്മുടെ FPS പോകുന്നത്. ഇത്ര നേരം കളിച്ചിട്ടും ആള് കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കട്ടാ. കളിച്ചോട്ടെ, നല്ല കാര്യം. കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചോട്ടെ. ഇപ്പൊ ചത്ത് ഗൈസ്, ഈ ഗെയിം കഴിഞ്ഞു. നെക്സ്റ്റ് മാച്ച് തുടങ്ങും. ഇനി പോയാൽ നമുക്ക് എന്തായാലും കഴിഞ്ഞിട്ട് നോക്കാലോ എത്രയോന്ന്. ഇനി 0%, 5% ആവുമ്പോ നമ്മള് എത്ര നേരം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ യെസ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഈ ഒരു IQ Neo 10 നമ്മൾ PUBG കളിച്ച് 1% ചാർജായി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച ഗൈസ്. എന്നെക്കാളും കൂടുതൽ ചേട്ടനാണ് കളിച്ചത് കുറെ നേരം ഇരുന്നിട്ട്. അങ്ങനെ 1% ചാർജ് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് എത്ര നേരം നമുക്ക് കിട്ടിയെന്ന് അറിയണ്ടേ? 100%-ന് 0 ആവാനായിട്ട് എത്ര മണിക്കൂർ എടുത്തു എന്ന്. യെസ് ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 5.5
മണിക്കൂറാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താണ്ട് പബ്ജി കളിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് 5.5 മണിക്കൂർ ടൈം ഈ ഒരു 100 0 ആവണ വരെ പബ്ജി ഒരു IQ Neo 10 കളിക്കാൻ സാധിച്ചു. എന്തായാലും ഫ്രണ്ട്സ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 120 FPS കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടി ഗൈസ്. എവിടെയും കുറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 120 FPS തന്നെ കളിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഒരു IQ Neo 10 ഗെയിമിങ്ങിന് വേണ്ടി എടുക്കാനുള്ളവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പബ്ജി കളിച്ചാൽ 5.5 മണിക്കൂർ കളിക്കാൻ പറ്റും 100% ആയിക്കാൽ 0 ആവണ വരെ. കറന്റ് ഗൈസ് ഇപ്പോഴും നമ്മുടെ ഫോൺ ഓഫ് ആയിട്ടില്ല, 1% നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഇത്രയുള്ളൂ, ചെറിയൊരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കേണ്ടത്. ഇതുപോലത്തെ അടിപൊളി ടെക് വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.